Good morning, ma'am. Good morning, all. Okay. ഇപ്പൊ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. വീട്ടിൽ മൺഡേ ആയതുകൊണ്ടാണ് സ്ട്രെങ്ത് വളരെ കുറവാണല്ലോ. കുറച്ചു നേരം ഒന്ന് വെയിറ്റ് ചെയ്തതാ. സ്ട്രെങ്ത് ആയിക്കൊള്ളട്ടെ. എന്നിട്ട് നമുക്ക് ക്ലാസ് പുതിയൊരു ചാപ്റ്റർ ആണല്ലോ. അപ്പൊ ജസ്റ്റ് എല്ലാവരും വന്നിട്ടൊന്ന് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുന്നത് നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുന്നു. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാലോ. ഒരു 4 minutes ആയി നിങ്ങളെ ഞാൻ വെയിറ്റ് ചെയ്തു. ഇനി നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ബാക്കി കപ്പലാന്ന് കയറിക്കോട്ടെ ക്ലാസ്സില്. അപ്പൊ പുതിയൊരു ചാപ്റ്റർ ആണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ലോണ്ടറി ആൻഡ് ലീഗൽ സർവീസ്. ഓക്കെ, അപ്പോൾ നമ്മള് മോണിറ്ററിംഗ് ആൻഡ് ഇംപ്രൂവിംഗ് ഒക്കെ കഴിഞ്ഞു. ഒരു തലവേദനയൊക്കെ കഴിഞ്ഞു എല്ലാവരുടെയും അല്ലെ. അപ്പൊ ഒരു പുതിയൊരു ചാപ്റ്ററിലോട്ട് നമ്മൾ പ്രവേശിക്കുകയാണ് കേട്ടോ. അപ്പൊ ഇത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് നല്ല സ്മൂത്ത് ആയിട്ട് എടുത്തു പോകാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ്. കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല? പോയിന്റ്സ് കംപ്ലീറ്റ് ചെയ്യാനുണ്ടോ? ലാസ്റ്റ് 2 points ഉണ്ടല്ലേ? ഓക്കെ ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഞാനത് പുതിയ ചാപ്റ്റർ സെക്കൻഡ് ബാച്ചിലായിരുന്നു പുതിയത് കംപ്ലീറ്റ് ചെയ്തത്. ഓക്കെ ഓക്കെ, ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. 2 പോയിന്റ് ഒന്ന് വായിക്കാം, പെട്ടെന്ന് വായിച്ചു കേട്ടോ. ഓക്കെ, ലാസ്റ്റ് 2 പോയിന്റ് ആയിരുന്നോ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ളത്? ഡെലിവർ പേഷ്യന്റ് ഫോക്കസ്ഡ് കെയറും എൻഗേജിങ് ലൈഫ് ലോങ് ആണോ? ഓർമ്മയുണ്ടോ? ഓക്കെ, ഞാൻ വിട്ടുപോയി കഴിഞ്ഞ ക്ലാസ്സിലെ നെക്സ്റ്റ് ബാച്ചില് പുതിയ ചാപ്റ്റർ ആണ്. നമ്മളിവിടെ 2 എണ്ണം വിട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോ നോക്കാം കേട്ടോ. ഡെലിവർ പേഷ്യന്റ് ഫോക്കസ്ഡ് കെയർ നോക്കാം. അപ്പൊ ലാസ്റ്റ് പോയിന്റ് ആണ് കേട്ടോ. നമ്മുടെ മോണിറ്ററിംഗിൽ തന്നെ ഭാഗമായിട്ട് ഇത് പുതിയ ചാപ്റ്റർ അല്ല, പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുള്ളൂ. നോക്കാം, ഡെലിവർ പേഷ്യന്റ് ഫോക്കസ്ഡ് കെയർ. ഇതിൽ എന്തൊക്കെയാണ് പറയുന്നത് നോക്കാം. Patients' health and well-being should be at core of everything the hospital and the staff do. Patient-focused care considers the patient's values and individual preferences as well as their health requirements. അപ്പോ പേഷ്യന്റിന്റെ ഹെൽത്ത് ആൻഡ് വെൽബീയിങ്, അതായത് രോഗിയുടെ ആരോഗ്യവും വെൽബീയിങ് എന്ന് വെച്ചാൽ ക്ഷേമം, രോഗിയുടെ ആവശ്യങ്ങളും കാര്യങ്ങളൊക്കെ അല്ലെ. അപ്പൊ ഒരു പേഷ്യൻസിനെ സംബന്ധിച്ച് ആ പേഷ്യന്റിന്റെ ആരോഗ്യവും അതുപോലെ തന്നെ എന്താണ് പേഷ്യൻസിന്റെ ക്ഷേമവുമാണ് ഒരു ഹോസ്പിറ്റലും ജീവനക്കാരും ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് അല്ലെ. ആ ഹോസ്പിറ്റലിലേക്ക് വരുന്ന പേഷ്യന്റിന്റെ ആരോഗ്യത്തിനാണ് അവിടുത്തെ ഹോസ്പിറ്റലും അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിലെ സ്റ്റാഫുകളും പ്രാധാന്യം കൊടുക്കേണ്ടത്.
Patient focused care consider the patient values and individual's preference. Patient focused എന്ന് പറയുമ്പോൾ ആ ഒരു ടേമിൽ തന്നെയുണ്ട് അവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആർക്കാണ് പേഷ്യന്റിനാണ് അല്ലെ ഇപ്പൊ നമ്മള് ഇപ്പൊ പഠനം തന്നെ പല ഡിഫറെന്റ് തരത്തിലുള്ള ലേണിംഗിൽ നമ്മൾ പറയും ചൈൽഡ് സെന്റേർഡ് ആണെന്ന് പറയും അല്ലെങ്കിൽ സ്റ്റുഡന്റ് സെന്റേർഡ് ആണെന്ന് പറയും അപ്പൊ എന്താണ് അതിനർത്ഥം അവർ എന്തിനാണോ അതിനാണ് അവർക്ക് പ്രാധാന്യം നൽകുന്നത് അല്ലെ ഇവിടെ പേഷ്യന്റ് ഫോക്കസ്ഡ് ആയതിനാൽ പേഷ്യന്റിനാണ് ആ ഹോസ്പിറ്റലിൽ പ്രാധാന്യം നൽകുന്നത് സോ പേഷ്യന്റ് ഫോക്കസ്ഡ് കെയർ കൺസിഡർ ചെയ്യുന്നത് പേഷ്യൻസിന്റെ വാല്യൂസിന് പേഷ്യൻസിന്റെ മൂല്യങ്ങള് അല്ലെ അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ പ്രിഫറൻസ് അവരുടെ പ്രിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് അവർക്ക് ഓരോരോ കാര്യങ്ങൾ ഉണ്ടാകും അല്ലെങ്കിൽ അവരുടെ റിക്വയർമെന്റ്സ് പേഷ്യന്റിന്റെ ആവശ്യകതകൾ അല്ലെ ഇതിനെയെല്ലാമാണ് പേഷ്യന്റ് കെയർ ഫോക്കസ് ചെയ്യുന്നത് രോഗിയുടെ മൂല്യങ്ങളെയും അവന്റെ പ്രിഫറൻസുകൾ എന്തൊക്കെയാണോ അല്ലെങ്കിൽ അവന്റെ വ്യക്തിഗത മുൻഗണനകൾ പ്രിഫറൻസ് മീൻസ് മുൻഗണനകൾ ഓരോ വ്യക്തികൾക്കും ഓരോരോ കാര്യങ്ങളിലും മുൻഗണനകൾ ഉണ്ടാകും അല്ലെ അപ്പൊ പേഷ്യന്റിന്റെ മുൻഗണനകളെയും അവന്റെ മൂല്യങ്ങളെയും അതുപോലെ തന്നെ എന്താണ് ഹെൽത്ത് റിക്വയർമെന്റ്സ് അവന്റെ ആരോഗ്യപരമായിട്ടുള്ള ആവശ്യങ്ങൾ ഇതിനെയെല്ലാമാണ് ഒരു പേഷ്യന്റിന്റെ ഫോക്കസ് ചെയ്യാം എന്നതുകൊണ്ട് ഒരു ഹോസ്പിറ്റൽ അർത്ഥമാക്കുന്നത് education and technological updates that streamline their experience donate to patient focused care അല്ലെ അപ്പോൾ പേഷ്യൻസിന് ഒരു ഫോക്കസ് ചെയ്തുള്ള ഒരു കെയർ നൽകുമ്പോൾ അതില് വിദ്യാഭ്യാസം എഡ്യൂക്കേഷനും അതുപോലെ തന്നെ ടെക്നോളജിക്കൽ അപ്ഡേറ്റ്സിനും പ്രാധാന്യം കൊടുക്കുന്നു അല്ലെ പേഷ്യൻസിന്റെ എല്ലാ കാര്യങ്ങളിലും ടെക്നോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഹോസ്പിറ്റലുകൾ പ്രൊവൈഡ് ചെയ്യുന്നു നമ്മൾ പറഞ്ഞു ടോക്കൺ ഡിസ്പ്ലേ സിസ്റ്റം അതുപോലെ ബില്ലും മറ്റും പേയ്മെന്റ് ഓൺലൈൻ അപ്പോയിന്റ്മെന്റ്സ് അല്ലെ തുടങ്ങിയവ ടെക്നോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഒരു പേഷ്യൻസിന്റെ കെയറിൽ നമ്മൾ ഹോസ്പിറ്റൽ ഇൻക്ലൂഡ് ചെയ്യുന്നു ഇവൻച്വലി improving the patient experience and patient satisfaction score അതിനാൽ പേഷ്യന്റിന്റെ അനുഭവം മെച്ചപ്പെടുത്താനും സാധിക്കുന്നു അതുപോലെ തന്നെ സാറ്റിസ്ഫാക്ഷൻ സ്കോർ മെച്ചപ്പെടുത്താൻ സാധിക്കുന്നു എങ്ങനെ മെച്ചപ്പെടുത്തും അതായത് പേഷ്യൻസിന് നല്ല കെയർ അവന്റെ മൂല്യങ്ങളെ മാനിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവന്റെ ആവശ്യങ്ങൾ നിറവേറ്റിയിട്ടുണ്ടെങ്കിൽ രോഗിയുടെ എന്താ അനുഭവം കൂടുതൽ മെച്ചപ്പെടുത്താൻ പറ്റും കാരണം അവന് നല്ല ഇപ്പോ നമ്മുടെ ആവശ്യങ്ങൾക്ക് അനുസൃതമായിട്ട് നമുക്ക് എല്ലാ ഫെസിലിറ്റി അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ തരികയാണ് അല്ലെ അപ്പൊ നമ്മളുടെ സ്കോർ വർദ്ധിക്കും നമുക്ക് സർവേ സ്കോറുകൾ കൂടുതലായിട്ടും നല്ല എല്ലാം സാറ്റിസ്ഫാക്ഷൻ എന്നുള്ള ഒരു സ്കോറിൽ നമ്മൾ മാർക്ക് ചെയ്യുള്ളൂ ഓക്കെ ഇതാണ് ഡെലിവർ പേഷ്യന്റ് ഫോക്കസിൽ പറയുന്നത് മെയിൻ ആയിട്ട് പറയുന്നത് പേഷ്യന്റിനെ ഫോക്കസ് ചെയ്യുക പേഷ്യൻസിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക പേഷ്യൻസിന് മോർ ഇമ്പോർട്ടൻസ് നൽകുക ഓക്കെ ഇത് വായിച്ചു നോക്കാം കേട്ടോ ഡെലിവർ പേഷ്യന്റ് ഫോക്കസ്ഡ് കെയർ വായിക്കുക Okay, complete ചെയ്തോ ഡെലിവർ പേഷ്യന്റ് ഫോക്കസ്ഡ് കെയർ ഇനി നമുക്ക് ലാസ്റ്റ് പോയിന്റ് നോക്കാം എൻകറേജിങ് ലൈഫ് ലോങ് ലേണിംഗ് അല്ലെ ലൈഫ് ലോങ് ലേണിംഗിനെ എൻകറേജ് ചെയ്യാറ് നോക്കാം healthcare practices and systems are continuously evolving എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെവലപ്പിംഗ് അല്ലെ ഹെൽത്ത് കെയർ പ്രാക്ടീസസും സിസ്റ്റംസും നമ്മള് ആരോഗ്യപരമായിട്ടുള്ള സിസ്റ്റംസുകളും അതുപോലെ തന്നെ എന്താണ് ടെക്നോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളും കണ്ടിന്യൂസ് ആയിട്ട് ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ നമുക്കറിയാം ഓരോ ദിവസം ചെല്ലുന്നതോറും പുതിയ പുതിയ ടെക്നോളജിക്കലി കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ പുതിയ പുതിയ എക്യുപ്മെന്റ്സുകൾ വരുന്നു അല്ലെ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് ടെക്നോളജി കണ്ടിന്യൂസ് ആയിട്ട് ഡെവലപ്പിംഗ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇവോൾവിംഗ് മീൻസ് ഡെവലപ്പിംഗ് വികസിക്കുക ടു കീപ് പേസ് healthcare professionals require access to vast continuing education courses that expand their knowledge base and improve their ability to provide high quality care. So, അപ്പോൾ ഓരോ ദിവസം കൂടുന്തോറും എന്താണ് നമ്മൾ പറഞ്ഞത് പുതിയ പുതിയ എക്യുപ്മെന്റുകൾ വരുന്നു പുതിയ പുതിയ ടെക്നോളജിക്കൽ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഹോസ്പിറ്റലിൽ വന്നിരിക്കുകയാണ്
അതിനാൽ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് മീൻസ് ഡോക്ടേഴ്സും സ്റ്റാഫുകളും എന്ത് ചെയ്യുന്നു, കണ്ടിന്യൂയിങ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ കോഴ്സസുകൾ അവർ വീണ്ടും വീണ്ടും പുതിയത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ്? പുതിയ എക്യുപ്മെന്റ്സുകളും അല്ലെങ്കിൽ പുതിയ ടെക്നോളജിക്കിലേക്ക് ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് അവർ അവരുടെ ലേണിംഗ് കണ്ടിന്യൂ ചെയ്യുന്നു. സോ എക്സ്പാൻഡ് ദെയർ നോളജ്. അപ്പൊ അങ്ങനെ നമ്മൾ കൂടുതൽ നമ്മൾ പഠിക്കുമ്പോൾ അവരുടെ അറിവ് എക്സ്പാൻഡ് ചെയ്യാനാണ് അല്ലെ, നോളജ് വർദ്ധിക്കുന്നു. ഈ നോളജ് വർദ്ധിക്കുമ്പോൾ ഇംപ്രൂവ് ദെയർ എബിലിറ്റി ടു പ്രൊവൈഡ്, അവരുടെ അറിവ് മീൻസ് നല്ലൊരു അറിവുള്ള നല്ലൊരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടർക്ക് നല്ലൊരു ഹൈ ക്വാളിറ്റിയിലെ കെയർ നൽകാൻ പറ്റും അല്ലെ. അദ്ദേഹത്തിന്റെ ട്രീറ്റ്മെന്റ് ഏറ്റവും എന്താ ഒരു ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആയിരിക്കും ഇല്ലേ. നല്ല നമ്മൾ പറയാൻ എക്സ്പീരിയൻസ്ഡ് ഉള്ള ഡോക്ടേഴ്സിന്റെ അടുത്ത് പോകുമ്പോൾ ഒരു ജൂനിയർ ഡോക്ടേഴ്സിനെ അപേക്ഷിച്ച് ഒരു എക്സ്പീരിയൻസ്ഡ് ഡോക്ടറിന്റെ ഒരു ജൂനിയർ ഡോക്ടറുടെ അടുത്താണോ അല്ലെങ്കിൽ കുറെ വർഷം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡോക്ടറുടെ അടുത്തായിരിക്കും നിങ്ങൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്? ആരെയായിരിക്കും പ്രിഫർ ചെയ്യുന്നത്? ആരെയായിരിക്കും പ്രിഫർ ചെയ്യാം? എക്സ്പീരിയൻസ്ഡ് ഉള്ള ഡോക്ടറിനെയാണ് അല്ലെ. എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിന് അതിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു നോളജ് ഉണ്ട്, അറിവുണ്ട്, അല്ലെങ്കിൽ അനുഭവം ഉണ്ട് അല്ലെ. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്, പ്രാക്ടീഷണേഴ്സ് അല്ലെങ്കിൽ പ്രൊഫഷണൽസ് എന്ത് ചെയ്യും, അവര് വീണ്ടും കണ്ടിന്യൂസ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, എഡ്യൂക്കേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. സോ അവർ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ എക്സ്പീരിയൻസ് കൂടുന്നു, അവരുടെ അറിവ് വർദ്ധിക്കുന്നു. സോ അവരുടെ അറിവ് വർദ്ധിക്കുമ്പോൾ പേഷ്യൻസിന് നല്ലൊരു സേവനം കാഴ്ചവെക്കാനായിട്ട് അവർക്ക് സാധിക്കുന്നു. With the right skill set, practitioners can help increase patient satisfaction scores. അല്ലെ. അപ്പോൾ ശരിയായിട്ടുള്ള ഒരു സ്കിൽ ഉപയോഗിച്ച് അവരുടെ ഒരു കഴിവ് എക്സ്പീരിയൻസ് ഉപയോഗിച്ചുകൊണ്ട് രോഗിയുടെ സാറ്റിസ്ഫാക്ഷൻ, പേഷ്യന്റിന്റെ സംതൃപ്തി സ്കോർസ് വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നു അല്ലെ. നമ്മൾ പറഞ്ഞു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡോക്ടറെ നമ്മൾ കാണുമ്പോൾ ആ ഡോക്ടറിന്റെ ട്രീറ്റ്മെന്റിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കും. ആണോ? ആയിരിക്കില്ലേ? അത്യാവശ്യം നല്ല രീതിയിലുള്ള ട്രീറ്റ്മെന്റ് ആയിരിക്കും നമുക്ക് ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡോക്ടറിന്റെ അടുത്ത് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആയിരിക്കും. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കാം. എൻകറേജിങ് ലൈഫ് ലോങ് ലേണിംഗ്. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഞാനുള്ള നമ്മൾ ലാസ്റ്റ് വൺ പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ ഇൻക്രീസ് ചെയ്യാനായിട്ടുള്ള മാർഗങ്ങളാണ് നമ്മൾ നോക്കിയത്. ജസ്റ്റ് എന്തൊക്കെയാണെന്ന പോയിന്റ് മാത്രം വായിക്കാം കേട്ടോ. ആദ്യം നമ്മൾ ക്രിയേറ്റീവ് വേസ്, 8 ക്രിയേറ്റീവ് ആയിട്ടുള്ള മാർഗങ്ങളും ദെൻ ബാക്കി എന്തെല്ലാം മാർഗങ്ങളാണ് നമുക്ക് ഒരു രോഗിയുടെ സംതൃപ്തി കൂടുന്നതിനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാവുന്നത്. ഡെവലപ്പ് റാപ്പോർട്ട് അല്ലെ, ബന്ധം വികസിപ്പിക്കുക, പേഷ്യന്റും ഡോക്ടറും തമ്മിലുള്ള ഒരു നല്ലൊരു റിലേഷൻ അവിടെ കൂടുതൽ വികസിപ്പിക്കുക. മേക്ക് ഇറ്റ് പേഴ്സണൽ, കുറച്ച് പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഡോക്ടേഴ്സിന് സ്ക്രൈബിനെ വെക്കാം, അപ്പൊ പേഷ്യൻസിനോട് കൂടുതൽ അടുക്കുകയൊക്കെ ചെയ്യാം. ദെൻ എഡ്യൂക്കേറ്റ് പേഷ്യൻസ്, പേഷ്യൻസിനെ എഡ്യൂക്കേറ്റ് ചെയ്യാവുന്ന അല്ലെ, അതായത് മെഡിക്കൽ എന്താ നോൺ മെഡിക്കൽ ലാംഗ്വേജിലൂടെ പേഷ്യൻസിനോട് കൂടുതൽ അറിയാം, അവരുടെ ചികിത്സയുടെ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് പറഞ്ഞ് അവര് മനസ്സിലാക്കാവുന്ന. Then ensure cleanliness, ഹോസ്പിറ്റലിലെ എല്ലാ ഏരിയയിലും ശുചിത്വം പാലിക്കുക. Then upgrade outdated system, പഴയ സിസ്റ്റങ്ങളൊക്കെ മാറ്റി പുതിയ ടെക്നോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ അതിൽ കൊണ്ടുവരിക. Then be punctual, കൃത്യനിഷ്ഠത പാലിക്കുക. ഡോക്ടേഴ്സും സ്റ്റാഫുകളും പേഷ്യൻസിനോടുള്ള ഒരു അർപ്പണബോധമാണ് ഒരു കൃത്യനിഷ്ഠത പാലിക്കുക എന്ന് പറയുന്നത്. Then set expectation, അല്ലെ, രോഗിയുടെ പ്രതീക്ഷകൾക്ക് അപ്പുറം നല്ലൊരു സേവനം ഹോസ്പിറ്റല് കാഴ്ചവെക്കുക. Then go digital, അല്ലെ, എല്ലാം ഡിജിറ്റലൈസിലേക്ക് പോവുക. അപ്പൊ കുറച്ചും കൂടി നമുക്ക് പേഷ്യൻസിനായിട്ട് എടുക്കാനും അവരുടെ സംതൃപ്തിയെ കൂട്ടാനും നമുക്ക് സാധിക്കുന്നു. ഡിക്രീസ് വെയിറ്റ് ടൈംസ്, രജിസ്ട്രേഷൻസിലും മറ്റും വരുന്ന വെയിറ്റിംഗ് ടൈമുകൾ പരമാവധി കുറച്ച് പെട്ടെന്ന് തന്നെ ഡോക്ടറെ കാണാനും അപ്പോയിന്റ്മെന്റുകൾ പെട്ടെന്ന് റെഡിയാക്കാനുള്ള കാര്യങ്ങൾ ഹോസ്പിറ്റലിൽ ചെയ്തു കൊടുക്കുക. ഡെലിവർ പേഷ്യന്റ് ഫോക്കസ്ഡ് കെയർ, പേഷ്യൻസിന് ഇമ്പോർട്ടന്റ് കൊടുക്കുക, അവരുടെ മൂല്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക, അവരുടെ റിക്വയർമെന്റ്സ് അവരുടെ പ്രിഫറൻസിന് പ്രാധാന്യം നൽകുക.
ലാസ്റ്റ് വൺ എൻകറേജിങ് ലൈഫ് ലോങ് ലേണിംഗ്. എന്താണ് അവിടെ പറയുന്നത്? ഹെൽത്ത് കെയർ സിസ്റ്റം കണ്ടിന്യൂസ് ആയിട്ട് വികസിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ പ്രാക്ടീഷണേഴ്സിന് കുറച്ചും കൂടി ലേൺ ചെയ്യാന്ന് അവര് കൂടുതൽ പുതിയ കോഴ്സുകളൊക്കെ ലേൺ ചെയ്യാം. സോ അവരുടെ അറിവ് വർദ്ധിക്കുമ്പോൾ പേഷ്യൻസിന് അതനുസരിച്ചിട്ടുള്ള ഹൈ ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഡോക്ടേഴ്സിന് സാധിക്കുന്നു. ഓക്കെ, കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ക്ലിയർ ആണോ? ഞാനത് ഷോർട്ട് ആക്കി പറഞ്ഞാണ് കേട്ടോ. നമ്മൾ ഓൾറെഡി പറഞ്ഞ പോയിന്റ്സിലാണ്, എങ്കിലും അത് ഒറ്റ വാക്കിലൊന്ന് പറഞ്ഞു പോയതാണ്. ഓക്കെ, ക്ലിയർ ആണോ? നമ്മളുടെ ആ ഒരു ചാപ്റ്റർ അവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം വലിയൊരു ചാപ്റ്റർ ആണ്. ഇനി ഇപ്പൊ നമ്മൾ എടുക്കാൻ പോകുന്ന പുതിയൊരു ചാപ്റ്റർ ഉണ്ടല്ലോ, ആ ചാപ്റ്റർ കൂടി കഴിഞ്ഞിട്ട് നമുക്ക് ഈ 2 ചാപ്റ്ററിൽ ഒന്ന് ഡിസ്കസ് ചെയ്ത് പഠിക്കാം. ഓക്കെ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാർക്ക് ചെയ്യാം കേട്ടോ. ചെറിയൊരു വിഷയം പോലെ നമുക്ക് ചെയ്യാം. ഓക്കെ, പോരേത്? നമുക്ക് അടുത്ത ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. ആ ചാപ്റ്റർ കൂടി കഴിഞ്ഞിട്ട് ഈ 2 ചാപ്റ്റർ നമുക്ക് ജസ്റ്റ് ഒന്ന് റിവിഷൻ പോലെ ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് പുതിയ ചാപ്റ്ററിലേക്ക് പോകാമല്ലോ. ലോണ്ട്രി ആൻഡ് ലിനൻ സർവീസ്. ഓക്കെ, അപ്പൊ ലോണ്ട്രി എന്താണ്? ഈ ലോണ്ട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ് ലോണ്ട്രി. എന്താ ലോണ്ട്രി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ? ലോണ്ട്രി കേട്ടിട്ടുണ്ടോ? അലക്ക് അല്ലെ. ലിനൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ലിനൻ തുണിത്തരങ്ങൾ അല്ലെ, പലതരത്തിലുള്ള തുണിത്തരങ്ങൾ. അപ്പൊ ഈ ഹോസ്പിറ്റലിൽ ലോണ്ട്രി ആയിട്ട് വല്ല ബന്ധമുണ്ടോ? ഹോസ്പിറ്റലിൽ എന്താണ് അവിടെ ലോണ്ട്രി എന്ന് പറയുന്നത്? ബന്ധമുണ്ട് അല്ലെ. ഹോസ്പിറ്റലിൽ എന്താണ് ലോണ്ട്രി? എന്തൊക്കെയാണ് ഹോസ്പിറ്റലിൽ ലോണ്ട്രി? ഇപ്പൊ നമ്മുടെ വീട്ടിലെ കാര്യം നമുക്ക് ആലോചിച്ച് നോക്കാം. എല്ലാവരും വീട്ടില് അലക്കുന്ന ആളുകളൊക്കെ ആയിരിക്കുമല്ലോ. വാഷിംഗ് മെഷീനൊക്കെ ഉണ്ടാവും, എങ്കിലും നമ്മൾ അലക്കുന്ന ആളുകളല്ലേ? ആണോ? നമ്മളെ വീട്ടില് നോർമലി നമ്മളുടെ വസ്ത്രങ്ങളും അല്ലെ, ബാക്കി നമ്മളുടെ വീട്ടിലുള്ള സാധനങ്ങളെല്ലാം നമ്മളിപ്പോ തുണിത്തരങ്ങൾ അല്ലെ, മെറ്റീരിയലുകൾ, തുണിത്തരങ്ങളും മറ്റും നമ്മൾ വാഷ് ചെയ്യാറുണ്ട് അല്ലെ. അത് ഗേൾസിനോട് മാത്രമല്ല കേട്ടോ, ബോയ്സിനോടും എല്ലാവരോടും കൂടി ചേർന്നാണ് പറയുന്നത്. ഇപ്പം ബോയ്സ് ആയാലും അവരുടെ ഡ്രസ്സുകൾ സ്വന്തമായിട്ട് അലക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ, അല്ലെ. അപ്പൊ നമ്മളുടെ വീട്ടിൽ നമ്മൾ അലക്കാറുണ്ട്. എങ്ങനെയാണ് നമ്മുടെ ഡ്രസ്സുകളൊക്കെ അലക്കുന്നത്? നമ്മൾ അതൊക്കെ തരത്തിരിച്ചൊക്കെ വെക്കാറുണ്ടോ? അലക്കാറില്ല നിങ്ങൾ ആരും? ഉണ്ട്. ഓക്കെ, എങ്ങനെയാണ് നമ്മൾ അലക്കുമ്പോ എല്ലാം കൂടി മിക്സ് ചെയ്തുകൊണ്ടിട്ട് അങ്ങനെയാണ് അലക്കുന്നത്? എന്ത് ചെയ്യും? ഫസ്റ്റ് ഓരോരുത്തരുടെ ഡ്രസ്സുകൾ നമ്മൾ കളക്ട് ചെയ്യും അല്ലെ. ഇപ്പൊ വീട്ടിൽ ഇത്ര അംഗങ്ങൾ ഉണ്ടെങ്കിൽ എല്ലാവരുടെയും ഒരുമിച്ചാണെങ്കിൽ ചിലപ്പോ കുഞ്ഞുങ്ങളുടെ ആണെങ്കിൽ സെപ്പറേറ്റ് ഇടും, അല്ലെങ്കിൽ നമ്മള് വൈറ്റ് ഡ്രസ്സുകളാണെങ്കിൽ വേറെ ഇടും. നല്ല ഡ്രസ്സുകൾ പുറത്തേക്ക് പോകുന്നതാണെങ്കിൽ വേറെ വർക്കിംഗ് ഡ്രസ്സുകൾ സെപ്പറേറ്റ് ചെയ്യും. ഇല്ലേ? ഇതൊക്കെ ചെയ്യാറില്ലേ നിങ്ങള്? അലക്കുന്നതൊന്നും ഇല്ല അപ്പോ വീട്ടില് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളല്ലേ ഇതെല്ലാം. അപ്പൊ അതുപോലെ തന്നെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണിത് കേട്ടോ. നമ്മുടെ വീട്ടില് പറഞ്ഞു ഇതുപോലെ നമ്മൾ ഡ്രസ്സൊക്കെ വാഷ് ചെയ്യാറുണ്ട്, വാഷിംഗ് മെഷീനിലൊക്കെ ഇരിക്കും അല്ലെ. അപ്പൊ എങ്കിലും അതിനും നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യുന്ന കാര്യങ്ങൾക്കും ചെറിയ പ്രോസസ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇല്ലേ. നിങ്ങൾ പറഞ്ഞു വൈറ്റ് ഡ്രസ്സ് സെപ്പറേറ്റ് വയ്ക്കും, ചിലപ്പോ കുട്ടികളുടെ ആണെങ്കിൽ സെപ്പറേറ്റ് അടക്കും, യൂണിഫോം ഒക്കെ ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ വർക്കിംഗ് ഡ്രസ്സുകൾ വേറെ, അങ്ങനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് നമ്മൾ വീട്ടിൽ അടക്കാറുണ്ട് അല്ലെ. ആ സെയിം കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാനുള്ളത്. അപ്പൊ നമുക്ക് നമ്മുടെ കാര്യങ്ങളായിട്ട് കണക്ട് ചെയ്തിട്ട് പഠിക്കാം കേട്ടോ. വളരെ ഈസി ആയിട്ട് നമുക്ക് എടുത്തു പോകാം, ഒരു ഫ്രീ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റിയ ഒരു ക്ലാസ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ചാപ്റ്ററിലോട്ട് വരാം. അപ്പൊ ഹോസ്പിറ്റലിൽ നിങ്ങൾ കാണണോ എന്തൊക്കെയാണ് ഹോസ്പിറ്റലിൽ ലോണ്ട്രിയിൽ ഉൾപ്പെടുന്നത്? ഹോസ്പിറ്റലിൽ അലക്ക് സർവീസിന് അതിന് വേണ്ടിയിട്ട് ചാപ്റ്ററിന്റെ നമ്പർ, നിങ്ങളുടെ ചാപ്റ്റർ നമ്പർ എത്രയാണ്? ഇതിൽ നോക്കണ്ട നമ്പർ ഏതായിരുന്നു ചാപ്റ്റർ? ആരെങ്കിലും കമന്റ് ചെയ്യാമോ? ലോണ്ട്രി ആൻഡ് ലിനൻ സർവീസ്. ചാപ്റ്റർ 90 കേട്ടോ. സ്വരാജ് 90 കേട്ടോ ചാപ്റ്റർ. ഓക്കെ, ഇതില് ചിലപ്പോ ചാപ്റ്ററിന്റെ നമ്പർ വ്യത്യാസം ഉണ്ടാവും കേട്ടോ. ഓക്കെ, അപ്പോ ഹോസ്പിറ്റലുകൾ എന്തൊക്കെയായിരിക്കും ഈ ഹോസ്പിറ്റലിൽ അലക്കാനായിട്ട് വരുന്നത്? ബെഡ്ഷീറ്റ്, പിന്നെ എന്തൊക്കെയുണ്ട്? ബെഡ്ഷീറ്റ് മാത്രമല്ലോ ഹോസ്പിറ്റലിൽ അലക്കാനായിട്ട്? ഓപ്പറേഷൻ തിയേറ്ററിലെ മെറ്റീരിയൽസ് ഉണ്ടാവാം, പില്ലോ കവറുകൾ ഉണ്ടാവാം, കോട്ട്, ദെൻ യൂണിഫോംസ് അല്ലെ, ബെഡ് കവർ, കർട്ടൻ അല്ലെ. ഇതൊക്കെ ഒരു ഹോസ്പിറ്റലിന്റെ ഉള്ളിലെ സംഭവങ്ങളല്ലേ. സർജിക്കൽ ഐറ്റംസ് പറയാൻ പറ്റില്ല, അതിനുപയോഗിക്കുന്ന കോട്ടുകളും ഡ്രസ്സുകളും നമുക്ക് കൂട്ടാം അല്ലെ. കർട്ടൻ. ഓക്കെ, അപ്പൊ അതൊക്കെയാണ് ഹോസ്പിറ്റലിൽ നമ്മൾ അലക്ക് സർവീസിൽ ഉൾപ്പെടുന്നത്. അപ്പൊ നമുക്ക് ഇനി ഇൻട്രൊഡക്ഷൻ വായിക്കാം കേട്ടോ. സിമ്പിൾ ആണെങ്കിൽ നമുക്ക്
നോക്കാം. In the present day, hospitals, the laundry and linen services are one of the most important supportive service. എന്ത് സപ്പോർട്ടീവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സപ്പോർട്ടീവ് സർവീസ് ഒരു സഹായ സേവനങ്ങളാണ് അല്ലെ. പ്രസന്റ് ഡേയ്സ് അല്ലെ, ഇന്നത്തെ ഒരു കാലങ്ങളില് ഈ നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ ഒരു കാലഘട്ടത്തില് ഒരു ഹോസ്പിറ്റലില് ലോണ്ടറി ആൻഡ് ലിനൻ സർവീസ്, ലോണ്ടറി എന്ന് പറഞ്ഞാൽ അലക്ക്, ലിനൻ എന്ന് വെച്ചാൽ തുണിത്തരങ്ങൾ, അതായത് തുണിത്തരങ്ങൾ അലക്കുക എന്നുള്ള ഒരു മീനിങ് ആണ് കേട്ടോ. അപ്പോ ഇന്നത്തെ കാലഘട്ടത്തില് ഒരു ഹോസ്പിറ്റലില് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടീവ് സർവീസ്, ഒരു സഹായകമായിട്ടുള്ള ഒരു സർവീസ് ആണ് ലോണ്ടറി ആൻഡ് ലിനൻ എന്ന് പറയുന്നത്. Laundry department at hospitals are responsible for maintaining neatness of linens. അല്ലെ, എന്താണ് ലോണ്ടറി ഡിപ്പാർട്ട്മെന്റ് ഹോസ്പിറ്റലിൽ ചെയ്യുന്നത്? മെയിൻറ്റെയിനിങ് നീറ്റ്നെസ് ഓഫ് ലിനൻ, തുണിത്തരങ്ങളെ നീറ്റ്നെസ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക അല്ലെ, അതായത് തുണിത്തരങ്ങളൊക്കെ അലക്കി വൃത്തിയാക്കുക എന്നതാണ് ഒരു ലോണ്ടറി ഡിപ്പാർട്ട്മെന്റ് ചെയ്യുന്ന ഉത്തരവാദിത്തം, അവരുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് അല്ലെ, തുണികൾ അലക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇനി എന്തൊക്കെയാണെന്നാണ് കേട്ടോ ഒന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. നിങ്ങൾ പറഞ്ഞതാണ് സ്റ്റാഫ് യൂണിഫോംസ്, ലാബ് കോട്ട്സ് ആൻഡ് ടൈലറിംഗ് സർവീസസ് ടു മീറ്റ് ദി നീഡ് ഓഫ് പേഷ്യന്റ് ആൻഡ് സ്റ്റാഫ് അല്ലെ. എന്തൊക്കെയാണ്? സ്റ്റാഫ് യൂണിഫോംസ്, അതുപോലെ തന്നെ ലാബ് കോട്ടുകൾ, ലാബ് ഉപയോഗിക്കുന്ന കോട്ടുകൾ, ടൈലറിംഗ് സർവീസ്, അതായത് എന്തെങ്കിലും തുണിത്തരങ്ങൾക്ക് പിന്നലോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അതും ഈ ലോണ്ടറി സർവീസ് തന്നെയാണ് ചെയ്യുന്നത്. എന്തെങ്കിലും തുന്നലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ടൈലറിംഗ് സർവീസും ചെയ്യുന്നു. ടു മീറ്റ് ദ നീഡ്സ് ഓഫ് പേഷ്യന്റ് ആൻഡ് സ്റ്റാഫ്, പേഷ്യൻസിന്റെയും സ്റ്റാഫുകളുടെയും ആവശ്യങ്ങൾക്കാണ് നമ്മൾ ലോണ്ടറി സർവീസ് ചെയ്യുന്നത്. The hospital laundry with the linen which got stained from various body fluids അല്ലെ. ഹോസ്പിറ്റലിലെ ലോണ്ടറി എന്ന് പറയുമ്പോൾ ഹോസ്പിറ്റലിൽ എങ്ങനെയൊക്കെയാണ് സ്റ്റെയിൻഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ സ്റ്റെയിൻഡ് എന്ന് വെച്ചാൽ എന്താ പറയാ? സ്റ്റെയിൻഡ് കറ അല്ലെ, അഴുക്ക് അല്ലെ, കറ പുരണ്ടിരിക്കുന്ന വസ്ത്രങ്ങളൊക്കെ എന്ത് ചെയ്യാം? നീറ്റ് ചെയ്ത് അത് കഴുകി വൃത്തിയാക്കി കൊടുക്കുക. ദാറ്റ് ഈസ് എന്തൊക്കെയാണ് ഹോസ്പിറ്റലിലെ കറ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്? എന്തെല്ലാം നിങ്ങൾ PDF നോക്കണ്ട, ഒന്ന് പറഞ്ഞു നോക്കി. എന്തൊക്കെയായിരിക്കും ഹോസ്പിറ്റലിലെ? ബ്ലഡ് വരാം, ബ്ലഡ്, പിന്നെ എന്തൊക്കെയുണ്ട്? യൂറിനും ഫേസസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മലം അല്ലെങ്കിൽ യൂറിൻ അങ്ങനെയുള്ള കാര്യങ്ങൾ, കിടപ്പ് രോഗികളൊക്കെ ഉണ്ടാവില്ലേ അല്ലേ. അപ്പോ ബ്ലഡ്, യൂറിൻ, ഫേസസ് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ആയിരിക്കും തുണികളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ അതിനെയൊക്കെ ക്ലീൻ ചെയ്ത് കൊടുക്കുക എന്നതാണ് ഒരു ലോണ്ടറി സർവീസ് ചെയ്യുന്നത്. നോക്കാം. That is blood, urine, feces, etc. This type of linen needs to be cleansed and services before they are being put into the washing machine, as they are carefully and delicately handled. Delicately handled എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മള് സൂക്ഷ്മമായിട്ടും സുരക്ഷിതമായിട്ടും നമ്മൾ ഹാൻഡിൽ ചെയ്യണമെന്ന്. ഇങ്ങനെ യൂറിനും അല്ലെങ്കിൽ ബ്ലഡൊക്കെ കറപുരണ്ടായിട്ടുള്ള വസ്തുക്കൾ നമ്മൾ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടാണ് അലക്കുന്നത്. സോ അത് ഡെലിക്റ്റ്ലി മീൻസ് അത് സൂക്ഷ്മമായിട്ട് നല്ല രീതിയിൽ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യണം. A relevant laundry service is of the greatest importance to the hospital. അല്ലെ, റിയലബിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വിശ്വസനീയമായിട്ടുള്ള അല്ലെ, വിശ്വസനീയമായിട്ടുള്ള ഒരു ലോണ്ടറി സർവീസ് എന്ന് പറഞ്ഞാൽ ഒരു ഹോസ്പിറ്റലിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഹോസ്പിറ്റലിലെ ലോണ്ടറി എന്ന് പറയുന്നത്. അല്ലെ, തുണിത്തരങ്ങളൊക്കെ നമ്മൾ വാഷ് ചെയ്യണ്ടേ? ഇപ്പൊ ബ്ലഡും അതുപോലെ തന്നെ ഇങ്ങനെ യൂറിനും അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ വാഷ് ചെയ്യണം. അതിനു വേണ്ടിയിട്ടാണ് ഒരു ഹോസ്പിറ്റലിലെ ലോണ്ടറി സർവീസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? എന്താണ് ലോണ്ടറി എന്ന് പറഞ്ഞാൽ? എന്തൊക്കെയാണ് ഹോസ്പിറ്റലിൽ ലോണ്ടറിക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്? അത്രയും ഓക്കെയാണോ? ഓക്കെയാണോ? രണ്ടോ ക്ലാസ്സിൽ എല്ലാവരും ഓക്കെ? അടുത്ത പോയിന്റ് നോക്കാം. ഇൻട്രൊഡക്ഷൻ ആണ് കേട്ടോ എല്ലാം പറയുന്നത്. നോക്കാം, സെക്കൻഡ് നോക്കാം. The linen and laundry services should provide safe, clean, ample, and timely supply of linen to user units of hospital at the right time, right place, right quantity, and right price. അല്ലേ? നോക്കാം. അപ്പോ ഹോസ്പിറ്റലിലെ ലിനൻ ആൻഡ് ലോണ്ടറി സർവീസ് എന്ന് പറഞ്ഞാല് പ്രൊവൈഡ്, അത് സേഫ് ആയിരിക്കണം, സുരക്ഷിതത്വമായിരിക്കണം, ക്ലീൻ ആയിരിക്കണം, കഴുകിയ തുണികളൊക്കെ വൃത്തിയായിരിക്കണം,
ക്ലീൻ ആയിരിക്കണം. അതുപോലെ തന്നെ എന്താണ് പറയുന്നത്, then ample എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സമൃദ്ധം മീൻസ് അത്യാവശ്യത്തിന് ഉണ്ടായിരിക്കണം എന്ന്. And timely to supply of linen to user unit of hospital. യൂസർ യൂണിറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉപയോഗിക്കുന്ന ഏരിയകൾ. ഈ തുണിത്തരങ്ങൾ ഹോസ്പിറ്റലിന്റെ എല്ലാ ഏരിയകളിലോട്ടും ആവശ്യമാണ് അല്ലെ. എവിടെയൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത്, വാർഡില് അല്ലെ, പേഷ്യൻസിന് കിടക്കാനുള്ള വാർഡില് മീൻസ് നമ്മൾ ബെഡ്ഷീറ്റുകളും പില്ലോ കവറുകൾ കൊടുക്കും. പിന്നെ എങ്ങനെയൊക്കെയാണ് കൊടുക്കുന്നത്, ലബോറട്ടറിയിലേക്ക് കൊടുക്കും, ക്വാർട്ടറിലും മറ്റും ഉണ്ടാവും, ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊടുക്കും അല്ലെ. അപ്പൊ അതിനേക്കാണ് നമ്മളെ യൂസർ യൂണിറ്റ്സ് എന്ന് വിളിക്കുന്നത്. ഉപഭോഗ യൂണിറ്റുകൾ അല്ലെ. റൂമുകളിലേക്ക് ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊടുക്കണോ ആ യൂണിറ്റുകൾ, അതാണ് യൂസർ യൂണിറ്റ്സ് എന്നോട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത് റൈറ്റ് ടൈം, കറക്റ്റ് ടൈമിൽ തന്നെ ഇത് അലക്കി അവിടെ നമ്മൾ മാറ്റുമ്പോൾ അടുത്തൊരു ബെഡ്ഷീറ്റ് അവിടെ ഉണ്ടായിരിക്കണം അല്ലെ. അപ്പൊ അത് റൈറ്റ് ടൈമിൽ കൊടുക്കുക, റൈറ്റ് പ്ലേസ്, ഓരോ ഏരിയയിലേക്കും ഇത്ര കറക്റ്റ് അവർ മടക്കി മീൻസ് അലക്കി മടക്കി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടാകും. അപ്പൊ OP-യിലേക്കുള്ളത്, ഓപ്പറേഷൻ തിയേറ്ററിലേക്കുള്ളത് അവിടെ കൊടുക്കുക. അതുപോലെ തന്നെ ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്ക് കൃത്യമായിട്ട് അത് കൊടുക്കുക. റൈറ്റ് ക്വാണ്ടിറ്റി റൈറ്റ് പ്രൈസ് അല്ലെ, കറക്റ്റ് കൃത്യമായിട്ടുള്ള അളവിൽ കൊടുക്കുക, അതിന് ശരിയായിട്ടുള്ള ഒരു പ്രൈസിലും അത് പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, സുരക്ഷിതമായിരിക്കുക, ക്ലീൻ ആയിരിക്കുക, പിന്നെ എന്താ പറയുന്നത്, ആംബിൾ ആവശ്യത്തിനുള്ളത് കൊടുത്തിരിക്കണം. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ് നോക്കാം. This term is used to denote clothing items. This term, അതായത് ലോണ്ടറി എന്നുള്ളൊരു ടേം ഡിനോട്ട് ചെയ്യുന്നത് ക്ലോത്തിങ് ഐറ്റംസിനെയാണ്, തുണിത്തരങ്ങളെയാണ്. അത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ, തുണിത്തരങ്ങൾ ഹോസ്പിറ്റലിൽ ഉപയോഗിച്ചു വരുന്ന തുണിത്തരങ്ങളെയാണ് നമ്മൾ ലോണ്ടറി എന്നൊരു വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. Then it consists of all textiles used in hospital which include, അണ്ടർലൈൻ ചെയ്യുക, എന്തൊക്കെയാണ് ഒരു ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ വരുന്ന തുണിത്തരങ്ങൾ എന്നാണ് പറയുന്നത്. എന്തൊക്കെയാണ്, മാട്രസ്, പിന്നെന്താ, ബെഡ് കവർ, ബെഡ്ഷീറ്റ്, ടവൽ, ബ്ലാങ്കറ്റ്, സ്ക്രീൻ, കർട്ടൻ, ഡോക്ടർ കോട്ട്, ടേബിൾ കവർ എക്സെട്ര. അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. എന്തൊക്കെയാണ് അവിടെ പറയുന്നത്, ബെഡ്ഷീറ്റ്, ബെഡ് കവർ, ടവല്, പിന്നെ സ്ക്രീൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് മനസ്സിലായോ? സ്ക്രീൻ അതായത് നമ്മള് ഇപ്പൊ ഒരു വലിയ റൂം ആണെങ്കിൽ ഇപ്പൊ കാഷ്വാലിറ്റിയിലൊക്കെ തന്നെ ജസ്റ്റ് ഒരു 2 പേഷ്യൻസിന് കിടക്കാം അല്ലെ. കർട്ടൻ പോലെ, അതായത് സ്ക്രീൻ പോലെ വലിയ കർട്ടൻ ഇട്ടിട്ടുണ്ടാവും. അപ്പൊ ഇപ്പുറം ഒരു പേഷ്യന്റ് കിടക്കാം, അപ്പുറം വേറൊരു കർട്ടൻ ഇട്ടിട്ട് ഒരു പേഷ്യന്റിനെ കിടക്കാം അല്ലെ. അത്തരത്തിലുള്ള കർട്ടൻ ഇല്ല, അതായത് സ്ക്രീൻ ഉദ്ദേശിക്കുന്നത് വലിയ കർട്ടൻ, മറച്ചുകൊണ്ടുള്ള കർട്ടനുകളില്ലേ, വലിയ കർട്ടനുകൾ, ആ കർട്ടനാണ് സ്ക്രീൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അണ്ടർലൈൻ ചെയ്തോ? എന്തൊക്കെയാണ് കൺസിസ്റ്റ് ചെയ്യുന്നത് ഹോസ്പിറ്റലിലെ ലിനനില്? അണ്ടർലൈൻ ചെയ്ത് എല്ലാവരും ചെയ്യാട്ടോ, പറഞ്ഞു പോകുമ്പോ തന്നെ അണ്ടർലൈൻ ചെയ്യണേ. Then the most preferred and frequently used material is cotton, as it is lower priced and more comfortable. അല്ലെ, ഹോസ്പിറ്റലിലുള്ള ഈ ബെഡ്ഷീറ്റും പില്ലോ കവറും എല്ലാം ഏത് മെറ്റീരിയൽ ആയിരിക്കും? കോട്ടൺ ആയിരിക്കും കൂടുതലും അല്ലെ. ആണോ? നിങ്ങൾ കണ്ടിട്ടുള്ളത് കോട്ടൺ തന്നെയാണോ? എല്ലാ ഹോസ്പിറ്റലുകളിലും കൂടുതലും കോട്ടൺ തന്നെ ആയിരിക്കും അല്ലെ. ഒരു 90% കോട്ടൺ ആയിരിക്കും അല്ലെ. എന്തുകൊണ്ടാണ്? അത് പ്രൈസിലും വ്യത്യാസമുണ്ട് അല്ലെ, പ്രൈസ് ലോവർ ആണ്, അതുപോലെ തന്നെ കംഫോർട്ട് ആണ് അല്ലെ, പേഷ്യൻസിന് കിടക്കാനും മറ്റും കംഫോർട്ട് ആയിട്ടുള്ളത് കോട്ടൺ മെറ്റീരിയൽ ആണ്. Then next, ഓക്കെ ആണോ? ക്ലിയർ ആണല്ലോ? പോയിന്റ് ക്ലിയർ ആണോ? ഓക്കെ, സിമ്പിൾ ആവില്ല, ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാതെ കേട്ടോ, ഗവൺമെന്റിൽ ചോദിക്കണേ. Then മൂന്നാമത്തെ പോയിന്റ് നോക്കാം. Hospital laundry receives all the linen material from different areas such as, underline ചെയ്യാം, നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്. ഇവിടെ ഏത് ഡിപ്പാർട്ട്മെന്റിൽ നിന്നൊക്കെയാണ് നമ്മൾ ഈ തുണിത്തരങ്ങൾ കളക്ട് ചെയ്യുന്നത്, അലക്കാൻ വേണ്ടിയിട്ട് ഏതെല്ലാം ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ് നമ്മൾ തുണിത്തരങ്ങൾ കളക്ട് ചെയ്യുന്നത്? അത് വാർഡിൽ നിന്നും മറ്റും നമ്മൾ കളക്ട് ചെയ്യുന്നു. OT, ഓപ്പറേഷൻ തിയേറ്റർ, OPD, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്, ഓഫീസ് ഏരിയ, where they undergo the process of, okay, അണ്ടർലൈൻ ചെയ്ത കാര്യങ്ങള്, വാർഡിൽ നിന്നും ഓപ്പറേഷൻ തിയേറ്റർ, OPD, ഓഫീസ് ഏരിയകൾ. Then where they undergo the process of sorting, washing, extracting, drying, ironing, folding, mending and delivery. ആ ഒരു പ്രോസസ് ആണ് കേട്ടോ, അവിടെ ചെയ്യുന്ന പ്രോസസ് ആണ് ഈ പറയുന്നത്. സോർട്ട് ചെയ്യും, സോർട്ട് ചെയ്യാന്ന് വെച്ചാൽ എന്താ? സോർട്ട് ചെയ്യാം,
സോർട്ട് ചെയ്യാന്ന് വെച്ചാൽ എന്താ മലയാളത്തിൽ എന്താ പറയാ? വേർതിരിച്ചെടുക്കുക. അപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പൊ അതിൽ തന്നെ ഇപ്പൊ എന്താണ് ഇപ്പൊ യൂറിനായിഡോ അല്ലെങ്കിൽ മലിനപ്പെട്ടതൊക്കെ ഉണ്ടാവില്ലേ, അതിന്റെയൊക്കെ തരംതിരിക്കും തുണികള് ഏതൊക്കെയാണ്. ഇപ്പൊ നമ്മളെ വീട്ടിൽ പറഞ്ഞില്ലേ, നമ്മള് വൈറ്റ് ഡ്രസ്സ് മാറ്റി വെക്കും, അല്ലെങ്കിൽ നല്ല ഡ്രസ്സ് വർക്കിംഗ് ഡ്രസ്സുകൾ സെപ്പറേറ്റ് ചെയ്യും അലക്കാനായിട്ട്. അപ്പൊ ഒരു ട്രിപ്പിൽ എന്ത് ചെയ്യും, വൈറ്റ് ഡ്രസ്സ് ഇതൊക്കെ അങ്ങനെയല്ലേ നമ്മൾ വീട്ടിൽ ചെയ്യാറ്, ആണോ? തരംതിരിക്കും തുണികളാ. അതായത് ഭയങ്കര മലിനപ്പെട്ടതിന് മാത്രം നീക്കി വെക്കുക, ഇപ്പൊ ബ്ലഡും അങ്ങനെയൊക്കെ ഉള്ളത് സെപ്പറേറ്റ് ചെയ്ത് വെക്കുന്നു. അതാണ് ഫസ്റ്റ് ചെയ്യുന്നത്, സോർട്ടിങ് ചെയ്യും. ദെൻ വാഷിംഗ് ചെയ്യും, അല്ലെ, അലക്കും. അത് എന്ത് ചെയ്യും, വാഷ് ചെയ്യുന്നു. ദെൻ എക്സ്ട്രാക്ടിങ്. എന്ത് എക്സ്ട്രാക്ടിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എക്സ്ട്രാക്ടിങ് മീൻസ് പിഴിഞ്ഞെടുക്കുകയാണ്. നമ്മൾ തുണികൾ പിഴിയില്ലേ, അലക്കി കഴിയുമ്പോ പിഴിയില്ലേ, നമ്മള് പിഴിഞ്ഞെടുക്കുക. ദെൻ ഡ്രൈയിങ്. ഡ്രയറിലിട്ട് എന്ത് ചെയ്യും, വാഷിംഗ് മെഷീൻസില് എന്ത് ചെയ്യും, ഡ്രയറിലിട്ട് ഉണക്കും. ഡ്രയർ ചെയ്തിട്ട് ഉണക്കി എടുക്കുന്നു. ദെൻ അയൺ ചെയ്യും, മീൻസ് നമ്മൾ തേക്കുക. ദെൻ ഫോൾഡ് ചെയ്യാം. ഫോൾഡ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ, ഫോൾഡിങ്, മടക്കുക. തുണി തേച്ച് മടക്കി വെക്കില്ലേ കറക്റ്റ് ആയിട്ട്, മടക്കി വെക്കുന്നു. ദെൻ മെൻഡിങ്. മെൻഡിങ് എന്ന് വെച്ചാൽ എന്താ, മെൻഡിങ് എന്ന് വെച്ചാൽ തുന്നുക എന്നുള്ള അർത്ഥമാണ്. അതായത് ചിലപ്പോ എന്തെങ്കിലും ഡ്രസ്സുകളൊക്കെ പിന്നലോ എന്തെങ്കിലുമൊക്കെ വിട്ടിട്ടുണ്ടെങ്കിൽ അത് ജസ്റ്റ് അതും ഒന്ന് റിപ്പയർ ഒക്കെ ചെയ്യുമെന്ന്. അതായത് തുന്നിയൊക്കെ എന്തെങ്കിലും പിന്നലൊക്കെ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതൊന്ന് മെഷീനിൽ അടിച്ച് അതൊന്ന് തുന്നിച്ചേർക്കുക, അങ്ങനെയുള്ള പ്രോസസ്സും ചെയ്യുന്നു, മെൻഡിങ്. ഓക്കെ, ക്ലിയർ ആയോ? ഇങ്ങനെയാണ് നമ്മളൊരു ലോണ്ടറി സർവീസിൽ ചെയ്യുന്നത്. കോപ്പിയിൽ നിന്നും അല്ലെങ്കിൽ ലോണ്ടറിയിൽ നിന്നൊക്കെ എന്ത് ചെയ്യും, തുണിത്തരങ്ങൾ ശേഖരിക്കും. എന്നിട്ട് അതിന് എന്ത് ചെയ്യും, അവര് സോർട്ട് ചെയ്യും. ദെൻ വാഷ് ചെയ്യുന്നു, പിഴിയുന്നു, ഡ്രയറിലിട്ട് ഉണക്കുന്നു, ദെൻ തേക്കുന്നു, മടക്കി വെക്കുന്നു. തുന്നലുകൾ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്ത് കൊടുക്കുന്നു. ഇൻ ദ കേസ് ഓഫ് ലിനൻ സ്പെഷ്യൽ കെയർ ഷുഡ് ബി ടേക്കൺ. അപ്പൊ ഈ ഒരു പ്രോസസ് ആണ് ഒരു ഹോസ്പിറ്റലില് ലോണ്ടറി സർവീസിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി നിങ്ങളൊന്ന് ഇൻട്രൊഡക്ഷൻ ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. മനസ്സിലാക്കി വായിക്കാം, സിമ്പിൾ ആണ്. നമുക്ക് വായിച്ച് നമുക്ക് തന്നെ അത് അർത്ഥം പെട്ടെന്ന് തന്നെ ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ്. ഓരോ പോയിന്റ് വായിക്കുമ്പോൾ അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ചെയ്യാത്തവര് വായിക്കുന്നതിൽ ഇടയ്ക്കൊന്ന് അണ്ടർലൈൻ ചെയ്ത് പോകണം കേട്ടോ. കംപ്ലീറ്റ് ചെയ്തോ ഇൻട്രൊഡക്ഷൻ? കംപ്ലീറ്റ് ആയോ? ഓക്കെ, കണ്ടിന്യൂ ചെയ്തോട്ടോ, വായിച്ചോളാം. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ക്ലിയർ ആണോ ഇൻട്രൊഡക്ഷൻ? എന്താണ് ഒരു ഹോസ്പിറ്റലിലെ ലോണ്ടറി സർവീസ്, അവർ എന്തൊക്കെയാണ് ചെയ്യുന്നത്, എന്തെല്ലാമാണ് ലിനൻസ് തുണിത്തരങ്ങള് അവിടെ അലക്കാനായിട്ട് അവിടെ എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത്, ഏതെല്ലാം ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നാണ്,
അത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ഓക്കെ ആണല്ലോ, വേറെ പ്രശ്നമൊന്നുമില്ല. Then next നോക്കാം, ഒബ്ജക്റ്റീവ്സ് ഓഫ് ലോണ്ടറി ആൻഡ് ലിനൻ സർവീസ്. എന്തൊക്കെയാണ് ഈ ഒരു ലോണ്ടറി സർവീസിന്റെ ഒബ്ജക്റ്റീവ്സ്, ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. 3 ലക്ഷ്യങ്ങളുള്ളൂ, അത് 3 പഠിച്ചിരിക്കണം കേട്ടോ. നോക്കാം. The purpose of this department is to provide adequate clean material to the patients and personnel while ensuring that hygienic conditions are maintained in the process. അല്ലെ, അതായത് എന്താണ് പറയുന്നത്, ഈ പ്രക്രിയയിൽ പർപ്പസ്, ഏത് പ്രക്രിയ, ലോണ്ടറി സർവീസിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലീൻ ആയിട്ടുള്ള മെറ്റീരിയൽ, അല്ലെ, adequate clean material to the patient and the personnel. രോഗികൾക്ക് എന്ത് ചെയ്യാ, ശുചിത്വമുള്ള വസ്ത്രങ്ങൾ അല്ലെങ്കിൽ ശുചിത്വം പാലിക്കുന്നുണ്ടെന്ന് അവർ ഉറപ്പുവരുത്തുക. While ensuring that hygienic conditions are maintained in the process. അല്ലെ, ഈ ഒരു പ്രോസസ്സിൽ രോഗികൾക്കും അതുപോലെ തന്നെ പേഴ്സണൽസും ജീവനക്കാർക്കും ശുദ്ധമായിട്ടുള്ള രീതിയിലാണ്, അതായത് ഹൈജീനിക് ആയിട്ടാണെന്ന് വസ്ത്രങ്ങൾ കലക്കുന്നത്, ഏറ്റവും ക്ലീനിങ് ഹൈജീനോട് കൂടി തന്നെയാണെന്ന് ഉറപ്പുവരുത്തുക. The main objectives of department are the following. എന്തൊക്കെയാണെന്ന് 3 മെയിൻ ഒബ്ജക്റ്റീവ് ആണ് പറയുന്നത്, അത് 3 പഠിച്ചിരിക്കുക, മാർക്ക് ചെയ്ത് വെക്കുക കേട്ടോ. First one, to retain a comfortable and safe environment for patients, staff and visitors. അല്ലെ, രോഗികൾക്കും ജീവനക്കാർക്കും അതുപോലെ തന്നെ വിസിറ്റേഴ്സിനും സുരക്ഷിതമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഉറപ്പുവരുത്തുക, ഒരു കംഫർട്ട് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യുക. Second one, to provide constant supply of qualitative linen to various required areas like IP, operation theatre, OPD and other area. അല്ലെ, കോൺസ്റ്റന്റ് ആയിട്ട് മീൻസ് സ്ഥിരമായിട്ട് ലിനൻസ് ഓരോ ഡിപ്പാർട്ട്മെന്റുകളിലോട്ടും ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള നല്ലൊരു ആവശ്യമായിട്ടുള്ള മേഖലകളിലേക്ക് ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള അത്യാവശ്യം ഗുണനിലവാരമുള്ള ലിനൻ തുണിത്തരങ്ങൾ പ്രൊവൈഡ് ചെയ്യുക. കോൺസ്റ്റന്റ് ആയിട്ട് സ്ഥിരമായിട്ടും വേണം അവിടെ, അല്ലെ. അപ്പോൾ എവിടേക്കാണ്, IP-ലേക്കോ, ഓപ്പറേഷൻ തിയേറ്റർ, OPD ആൻഡ് അതർ ഏരിയ, ഈ ഏരിയകളിലേക്ക് സ്ഥിരമായിട്ടും ഒരു സപ്ലൈ ഉണ്ടായിരിക്കണം. മീൻസ് തുണിത്തരങ്ങള്, അതുപോലെ തന്നെ പീലോ കവറോ ബെഡ്ഷീറ്റോ അല്ലെങ്കിൽ കോട്ടുകളും മറ്റും സ്ഥിരമായിട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുക. Then മൂന്നാമത്തെ പോയിന്റ് നോക്കാം, to control hospital infection and retain the quality of care. ഹോസ്പിറ്റലിലെ ഇൻഫെക്ഷൻസുകൾ നിയന്ത്രിക്കുക, കൺട്രോൾ ചെയ്യുക. റിട്ടൈൻ ദ ക്വാളിറ്റി ഓഫ് കെയർ, ക്വാളിറ്റി മീൻസ് ഒരു സുരക്ഷിതമായിട്ടുള്ള ഒരു കെയർ പ്രൊവൈഡ് ചെയ്യുക. ഇൻഫെക്ഷൻസ് ഒന്നും വരാതെ സുരക്ഷിതമായിട്ടുള്ള ഒരു പരിചരണം, ഗുണനിലവാരം നിലനിർത്തുക. ഓക്കെ, 3 പോയിന്റ് ആണ് നമ്മള് ലോണ്ടറിയുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഒന്നാമത്തത് പറഞ്ഞത് പേഷ്യൻസിനും സ്റ്റാഫുകൾക്കും വിസിറ്റേഴ്സിനും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യുക. രണ്ടാമത് നമ്മൾ പറഞ്ഞത് വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലോട്ട് ലൈക്ക് IP, ഓപ്പറേഷൻ തിയേറ്റർ, OPD ഇവിടങ്ങളിലേക്ക് കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു സപ്ലൈ, തുണിത്തരങ്ങള് സ്ഥിരമായിട്ട് സപ്ലൈ ചെയ്ത് കൊടുക്കുക. Then മൂന്നാമത് പറയുന്നത് കൺട്രോൾ ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ, ഹോസ്പിറ്റലിലെ ഇൻഫെക്ഷൻസിന് അണുബാധകളെ എന്ത് ചെയ്യുക, കൺട്രോൾ ചെയ്യുകയും അതോടൊപ്പം തന്നെ ക്വാളിറ്റി ഓഫ് കെയർ, ഗുണനിലവാരമുള്ള ഒരു പരിചരണം പേഷ്യൻസുകൾക്ക് പ്രൊവൈഡ് ചെയ്യുക. ക്ലിയർ ആണോ? 3 പോയിന്റ് ഒബ്ജക്റ്റീവ് ആണ്, 3 പഠിക്കണം കേട്ടോ. സിമ്പിൾ അല്ലേ, കുഴപ്പമില്ലല്ലോ. വായിച്ചു നോക്കാം കേട്ടോ, ഒബ്ജക്റ്റീവ്സ് ഓഫ് ലോണ്ടറി. നിങ്ങൾക്ക് ഞാൻ വായിക്കാൻ സമയം തരുന്നത്, നിങ്ങൾ ആ വായിക്കുമ്പോൾ അത് മനസ്സിലാക്കി വായിക്കാം. ഇനി അവിടെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ചോദിക്കാം. ഓക്കെ, ഡൗട്ട് ഒന്നും പ്രത്യേകിച്ച് വേറെ കുഴപ്പമൊന്നുമില്ല, സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ്, പോയിന്റ് വൈസ് ആണല്ലോ. വായിക്കാം കേട്ടോ.
മാർക്ക് ചെയ്ത് വെക്കണം കേട്ടോ, പഠിക്കണം. കംപ്ലീറ്റ് ചെയ്തോ ഒബ്ജക്റ്റീവ്സ് ഓഫ് ലോണ്ടറി? ഓക്കെ, ക്ലിയർ ആണോ? 3 പോയിന്റ് കുഴപ്പമില്ലല്ലോ. Then next നോക്കാം. Some of the main functions of laundry services are the following. അല്ലെ, എന്തൊക്കെയാണ് ലോണ്ടറി ചെയ്യുന്ന ഫങ്ഷൻസ് അല്ലെ, അത് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്? പോയിന്റ് ആണ് നോക്കുക, മനസ്സിലാക്കി പഠിക്കണം കേട്ടോ. വായിക്കണേ. ഫസ്റ്റ് വൺ ചെയ്യുന്നത് ടു കളക്ട് അല്ലെ, കളക്ട് ചെയ്യും അവര്. To collect, receive, sold and infected linen from different departments. നമ്മൾ പറഞ്ഞു, ഇപ്പോ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്നോ അല്ലെങ്കിൽ വാർഡ്, OP അങ്ങനെ ഹോസ്പിറ്റലിന്റെ ഡിഫറെന്റ് ഭാഗത്തിൽ നിന്നും അല്ലെ, വ്യത്യസ്തങ്ങളായിട്ടുള്ള ഏരിയകളിൽ നിന്നും അവര് എന്ത് ചെയ്യുന്നു? സ്വീകരിക്കുന്നു, കളക്ട് ചെയ്യുന്നു, ദെൻ സ്വീകരിക്കുന്നു. ഇൻസോളിഡ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള തുണിത്തരങ്ങള് എന്ത് ചെയ്യുന്നു? കളക്ട് ചെയ്യുന്നു. ഫസ്റ്റില് ചെയ്യുന്നത് എന്ത് ചെയ്യും? കളക്ട് ചെയ്യും. സെക്കൻഡ് വൺ, to process the solid linen, which include sorting, sluicing, disinfecting, washing, extracting, conditioning, ironing, pressing and folding. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അതായത് എന്ത് ചെയ്യും? To process the solid linen, അഴുക്കായ അല്ലെങ്കിൽ മലിനപ്പെട്ട തുണിത്തരങ്ങൾ ഇൻക്ലൂഡ് അവരെന്തൊക്കെ ചെയ്യുന്നതിനെ തരംതിരിക്കും. അതിന്റെ എന്ത് ചെയ്യും? സോർട്ട് ചെയ്യും. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, മലിനമായതും ഇൻഫെക്റ്റഡ് ആയിട്ടുള്ളതും ഇൻഫെക്ഷൻ അല്ലാത്തതുമായിട്ടുള്ള തുണിത്തരങ്ങളെ സോർട്ട് ചെയ്ത് വെക്കും. ആദ്യം എന്ത് ചെയ്യും? തരംതിരിക്കുന്നു. ദെൻ സ്ലൂയിസിങ്. സ്ലൂയിസിങ് എന്ന് വെച്ചാൽ എന്താണ്? കഴുകുക, മീൻസ് കഴുകുക, വാഷ് എന്നുള്ളൊരു മീനിങ് തന്നെ, കഴുകുക. ദെൻ ഡിസിൻഫെക്റ്റിങ്, രോഗാണുക്കളെയൊക്കെ നശിപ്പിക്കും, കഴുകി രോഗാണുക്കളെയൊക്കെ നശിപ്പിച്ചു കളയുന്നു. ദെൻ വാഷിംഗ്, അലക്കാനായിട്ട് ഇടും. Then extracting, extracting എന്ന് വെച്ചാൽ എന്ത് ചെയ്യും? പിഴിയും, തുണിത്തരങ്ങൾ അലക്കി പിഴിയുക. കണ്ടീഷനിങ്, കണ്ടീഷൻ ചെയ്ത് കൊടുക്കുക അല്ലെ, അതായത് എന്ത് ചെയ്യാം? മീൻസ് ഉണക്കി മടക്കി എടുക്കുക എന്നുള്ളൊരു മീനിങ്. അയണിങ്, തേക്കുന്നു. പ്രസ്സിങ്, പ്രസ്സിങ് എന്ന് വെച്ചാൽ അടുക്കി വെക്കുക തുണികളൊക്കെ. ആൻഡ് ഫോൾഡിങ്, മടക്കി നമ്മൾ തേച്ച് മടക്കി വെക്കില്ലേ, ആ ഒരു പ്രോസസ്സ്. ഇത്രയും കാര്യങ്ങളാണ് രണ്ടാമത് ചെയ്യുന്നത്. ആദ്യം എന്ത് ചെയ്യും? കളക്ട് ചെയ്യും. ഓരോ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നും നമ്മൾ തുണിത്തരങ്ങൾ കളക്ട് ചെയ്യും. സെക്കൻഡ് വൺ പറയുന്നത് അതില് മലിനമായിട്ടുള്ളവരെയൊക്കെ നമ്മൾ ഒന്ന് സോർട്ട് ചെയ്തിട്ട് അതിനൊന്ന് കഴുകി ഡിസ്ഇൻഫെക്റ്റിംഗ് ഒക്കെ ആക്കി വാഷ് ചെയ്യുന്നു, പടക്കുന്നു, തേക്കുന്നു, അടക്കി പെറുക്കി വെക്കുന്നു. ദെൻ മൂന്നാമത്തെ പോയിന്റ്, to inspect and repair damaged material and replace them. അല്ലെ, ഇൻസ്പെക്ട് മീൻസ് കേടായ വസ്തുക്കളെ എന്ത് ചെയ്യുന്നു? പരിശോധിക്കുന്നു. ഇൻസ്പെക്ട് ചെയ്യാന്ന് വെച്ചാൽ നമ്മളൊന്ന് പരിശോധിക്കാം. ഇപ്പൊ തുണികളൊക്കെ എന്തെങ്കിലും കീറലുകളോ പിന്നലുകളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊന്ന് പരിശോധിച്ചിട്ട് അവ നന്നാക്കിയിട്ട് മാറ്റിവെക്കും, റീപ്ലേസ് ചെയ്യും. ഇപ്പൊ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിലോ ബെഡ്ഷീറ്റുകളൊക്കെ വല്ല പിന്നലുകളൊക്കെ ഉണ്ടെങ്കിൽ പഴയതൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കീറിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പൊ അത്യാവശ്യം അത് തുന്നിയെടുക്കാനൊക്കെ പറ്റുന്നതാണെങ്കിൽ അതിന്റെ ഡാമേജ് ഒക്കെ മാറ്റി അല്ലെങ്കിൽ പുതിയ ക്ലോത്ത് അവിടെ പ്രൊവൈഡ് ചെയ്ത് റീപ്ലേസ് ചെയ്യുന്നു. Then നാലാമത്തെ പോയിന്റ്, to distribute clean linen to the respective user department as needed. അല്ലെ, ആവശ്യമുള്ള ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് അവർക്ക് ആവശ്യമുള്ള തുണിത്തരങ്ങള്, ക്ലീൻ ആയിട്ടുള്ള തുണിത്തരങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു, വിതരണം ചെയ്യുന്നു. ഇനി അഞ്ചാമത്തെ പോയിന്റ്, to maintain and control inventories and processed linen. അല്ലെ, തുണിത്തരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഇൻവെന്ററീസ്. ഇൻവെന്ററീസ് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ? ഇൻവെന്ററി നമ്മള് എല്ലാ ചാപ്റ്ററുകളും പഠിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ഏകദേശം. ഇൻവെന്ററീസ് മീൻസ് ഒരു എന്താ പറയാ, ഒരു വിവര പട്ടിക എന്നൊക്കെ പറയാം, വിവര പട്ടികകളൊക്കെ അല്ലെ. അതായത് എന്താണ്, ഈ തുണിത്തരങ്ങളുടെ വിവര പട്ടികകളൊക്കെ അവരൊന്ന് എഴുതി വെക്കുകയും അതൊന്ന് കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്നത്. അതായത് എത്രത്തോളം മെറ്റീരിയൽ ക്ലോത്തുകൾ എടുക്കുന്നതിന്റെ അളവുകളും അതിന്റെ സ്റ്റോക്കിന്റെ കാര്യങ്ങൾ. ഓക്കെ, സ്റ്റോക്കിന്റെ ഡീറ്റെയിൽസ്. Sixth one, retain different type of register in the department. അല്ലെ,
അതായത് വിവിധ തരത്തിലുള്ള റെക്കോർഡുകളൊക്കെ അവര് കൃത്യമായിട്ട് സൂക്ഷിക്കുന്നു. ഇപ്പോ ഇവിടെയും രജിസ്റ്ററിന്റെ ആവശ്യം വരും. എന്തൊക്കെയായിരിക്കും രജിസ്റ്ററിൽ നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെന്റുകളിലോട്ട് തുണിത്തരങ്ങൾ കൊടുക്കുന്നുണ്ട് അല്ലെ? അപ്പൊ അതൊക്കെ കൃത്യമായിട്ടും രജിസ്റ്ററിൽ അവർ എഴുതിയിട്ടുണ്ടാകും. ഇന്ന ഡിപ്പാർട്ട്മെന്റിലോട്ട് ഇത്ര മെറ്റീരിയലാണ് നമ്മൾ കൊടുക്കുന്നത്, ഓരോ ദിവസവും അത് എടുക്കുന്നതും സ്വീകരിക്കുന്നതും അത് റീപ്ലേസ് ചെയ്യുന്നതും അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എഴുതിയിട്ടുണ്ടാവും രജിസ്റ്ററിൽ. സോ ഈ രജിസ്റ്ററും മറ്റും സൂക്ഷിക്കുക. ഇത്രയും കാര്യമാണ് ഫങ്ഷൻസിൽ വരുന്നത്. 6 കാര്യങ്ങളാണ് പറയുന്നത്. ആദ്യം നമ്മൾ പറഞ്ഞു കളക്ട് ചെയ്യുക, സ്വീകരിക്കുക. പല ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും തുണിത്തരങ്ങൾ ശേഖരിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? രണ്ടാമതായിട്ട് നമ്മൾ പറഞ്ഞു മലിനപ്പെട്ടതിനെയൊക്കെ സോർട്ട് ചെയ്ത് വേർതിരിച്ച് അത് വൃത്തമാക്കി, then വാഷ് ചെയ്തു, എക്സാക്ട് ചെയ്തു, കണ്ടീഷൻ ചെയ്തു, അയണിങ് ചെയ്തു, പ്രസ് ചെയ്തു, ഹോൾഡ് ചെയ്തു, മടക്കിയെല്ലാം വെച്ചു. മൂന്നാമതായിട്ട് പറയുന്നത് മെറ്റീരിയൽസിൽ എന്തെങ്കിലും ഡാമേജസുകൾ ഉണ്ടോ എന്ന് പരിശോധിക്കുക. ദെൻ അത് പരിശോധിച്ച ശേഷം പുതിയതാണെങ്കിൽ അത് റീപ്ലേസ് ചെയ്ത് വെക്കുക. ദെൻ നാലാമതായിട്ട് പറഞ്ഞത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക അല്ലെ? പല പല ഡിപ്പാർട്ട്മെന്റുകളിലോട്ടും അവർക്ക് ആവശ്യമായിട്ടുള്ള തുണിത്തരങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. അഞ്ചാമതായിട്ട് പറയുന്നത് ഇൻവെന്ററീസ് മെയിൻറ്റെയിൻ ചെയ്യുക. അതായത് സ്റ്റോക്കുകളുടെ ഡീറ്റെയിൽസ് ഒക്കെ എന്ത് ചെയ്യുക? മെയിൻറ്റെയിൻ ചെയ്യുന്നു. ആറാമതായിട്ട് പറയുന്നത് റിട്ടൈൻ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് രജിസ്റ്റർ ഇൻ ഡിപ്പാർട്ട്മെന്റ്. പല ഡിപ്പാർട്ട്മെന്റുകളും നമ്മൾ രജിസ്റ്ററുകളൊക്കെ സൂക്ഷിക്കുന്നു. ഓക്കെ, 6 പോയിന്റ് ആണ്. ഒന്ന് വായിച്ചു നോക്കുക. 6 പോയിന്റ് മാത്രം വായിക്കുക കേട്ടോ. കംപ്ലീറ്റ് ചെയ്തോ? ഫങ്ഷൻസ് 6 ഫങ്ഷൻസ് ക്ലിയർ ആണോ? വായിച്ചിട്ട് മനസ്സിലാവുന്നുണ്ടോ പോയിന്റുകൾ? ഓക്കെ, ദെൻ അതിലൊന്ന് അവർ കൺക്ലൂഡ് ചെയ്ത് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് വായിക്കാം. The responsibility of department is to manage technical functions, determine of type of linen to be purchased, the quantity of material in stock, etc. അല്ലേ? അപ്പോ ഈ ഒരു ലോണ്ടറി സർവീസ് അതിന്റെ ഒരു റെസ്പോൺസിബിലിറ്റി ആ ഒരു ഡിപ്പാർട്ട്മെന്റ് എന്തൊക്കെ ചെയ്യുന്നു? ടെക്നിക്കൽ ഫങ്ഷൻസ് മാനേജ് ചെയ്യുക, അതുപോലെ തന്നെ ഡിറ്റർമിനൻസ് ഓഫ് ടൈപ്പ് ഓഫ് ലിനൻ അല്ലെ? ഏത് ടൈപ്പ് ലിനൻ ആണ് പർച്ചേസ് ചെയ്യേണ്ടത്, ദെൻ ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ എത്രത്തോളം ക്വാണ്ടിറ്റിയിൽ നമ്മൾ സ്റ്റോക്കുകൾ എടുക്കണം എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യേണ്ടത് ഈ ലോണ്ടറി ഡിപ്പാർട്ട്മെന്റ് ആണ്. ദെൻ റിക്വയർമെന്റ് ഫോർ ലിനൻ വേരിയസ് ഏരിയ അല്ലെ? ഓരോ ഏരിയയിലും ആവശ്യങ്ങൾ വ്യത്യസ്തപ്പെട്ടിരിക്കും. അതായത് ചില ഏരിയകളിൽ ലിനൻ കുറച്ച് കൂടുതൽ വേണ്ടി വരും. ഇപ്പൊ ഓപ്പറേഷൻ തിയേറ്ററിലും മറ്റും എക്സ്ട്രാ ലിനന്റെ ഒക്കെ ആവശ്യമുണ്ട്. അപ്പൊ ഓരോ ഡിപ്പാർട്ട്മെന്റിലും എല്ലാ മേഖലകളിലും അളവ് വ്യത്യാസപ്പെട്ടിരിക്കുന്നു. And the hospital needs to provide sufficient quantity of linen for circulation as well as റെസ്റ്റ് പീരീഡ് ഇൻ സ്റ്റോറേജ്. അതായത് ഹോസ്പിറ്റല് സഫീഷ്യന്റ് ആയിട്ടുള്ള ക്വാണ്ടിറ്റിയിൽ, നല്ല അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ ലിനൻ തുണിത്തരങ്ങൾ പ്രൊവൈഡ് ചെയ്യണം. ഫോർ എന്തിനു വേണ്ടി? സർക്കുലേഷൻ ആസ് വെൽ ആസ് റെസ്റ്റ് പീരീഡ് ഇൻ സ്റ്റോറേജ്. അതായത് എക്സ്ട്രാ ഇപ്പൊ ആവശ്യത്തിനും ഉണ്ടായിരിക്കണം, അതിൽ കൂടുതൽ എക്സ്ട്രാ ഉണ്ടായിരിക്കണം എന്ന്. അതായത് കറക്റ്റ് അളവിൽ മാത്രം ഉണ്ടായിരുന്ന പോരാ, എക്സ്ട്രാ കൂടി ഉണ്ടായിരിക്കണം. അതായത് സ്റ്റോറേജ് ചെയ്ത് നമ്മൾ വെക്കണമെന്ന്
കുറച്ചും കൂടി മീൻസ് ഇതിൽ കൂടുതൽ ആവശ്യം വന്നാലോ എന്നുള്ളൊരു പ്രിക്കോഷൻസ് പോയെ മുൻകൂട്ടി എക്സ്ട്രാ നമ്മൾ തുണിത്തരങ്ങൾ കൂടി എടുത്തു വെച്ചിരിക്കണം. ഓക്കെ, ജസ്റ്റ് ആ പോയിന്റ് ഒന്ന് കൺക്ലൂഡ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പോ ഫങ്ഷൻസ് ആണ് നമ്മൾ പറഞ്ഞത്. ഫങ്ഷൻസ് ക്ലിയർ ആണോ? എന്തൊക്കെയാണ് ലോണ്ട്രിയിൽ വരുന്നത് ഫങ്ഷൻസ്? ഓക്കെ, ഇനി നെക്സ്റ്റ് പറയുന്നത് ലൊക്കേഷൻസ് ആൻഡ് ഡിസൈൻസ്. അതും കൂടി ഒന്ന് പറഞ്ഞു പോകാമോ? കുഴപ്പമില്ലല്ലോ, കണ്ടിന്യൂ ചെയ്തോട്ടെ. അതും കൂടി ഒന്ന് പറയാം, നോക്കാം. The laundry should be located in an area that has sufficient daylight and natural ventilation. അല്ലേ? ഒരു ലോണ്ടറി സർവീസ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ഏരിയയിൽ ആവശ്യത്തിനുള്ള ഒരു ഡേലൈറ്റ്, ഒരു വെട്ടവും വെളിച്ചമൊക്കെ ഉണ്ടായിരിക്കണം. Then natural ventilation സൗകര്യങ്ങൾ ഉണ്ടായിരിക്കുക. Typically, it should be on ground floor of an isolated building situated next to or adjacent to the water and power plant away from the main service area. അല്ലേ? അപ്പൊ അത്യാവശ്യം വെട്ടവും വെളിച്ചമൊക്കെ ഒരു ഏരിയ ആയിരിക്കണം, വെന്റിലേഷൻസ് ഉണ്ടായിരിക്കണം. ദെൻ ടിപ്പിക്കലി ഇത് ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കും ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഗ്രൗണ്ട് ഫ്ലോർ ഒന്ന് അണ്ടർലൈൻ ചെയ്യുക. എക്സാമിന് ചിലപ്പോൾ ലൊക്കേഷൻ ചോദിക്കാം. ലൊക്കേഷൻസിൽ ആൻസർ വരുന്നത് കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോറിലാണ് ലോണ്ടറി സർവീസ്. ഓക്കെ, അത് പ്രത്യേകം അവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നതുകൊണ്ട് ചിലപ്പോൾ അതൊരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ഗ്രൗണ്ട് ഫ്ലോർ അണ്ടർലൈൻ ചെയ്യാം. ഗ്രൗണ്ട് ഫ്ലോർ ഓഫ് ആൻ ഐസൊലേറ്റഡ് ബിൽഡിംഗ്, അല്ലെ? ഒരു ഒറ്റപ്പെട്ട വേറൊരു ബിൽഡിങ്ങില് ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കും കൂടുതലായിട്ടും നമ്മൾ ലോണ്ടറി സർവീസുകൾ ചെയ്യുന്നത്. ദെൻ ഓർ അഡ്ജസന്റ് ടു ദ വാട്ടർ ആൻഡ് പവർ പ്ലാന്റ്. അഡ്ജസന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്തുള്ള, തൊട്ടടുത്തുള്ള, അവിടെ അടുത്ത് തന്നെ വാട്ടർ ആൻഡ് പവർ പ്ലാന്റ് ഉണ്ടായിരിക്കണം. അല്ലെ? ജലവൈദ്യുത നിലയം. അതായത് എന്താണ് പറയുന്നത്? പ്ലാന്റ് മീൻസ് അലക്കാനായിട്ടുള്ള സൗകര്യം. വാഷിംഗ് മെഷീനൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിനുള്ള പ്ലഗ് കുത്താനും അതിനുള്ള എന്താ പറയാ വൈദ്യുതി കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. ഇലക്ട്രിക് പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുക. വാട്ടർ സപ്ലൈ, പൈപ്പ് കണക്ഷൻ ഒക്കെ കൃത്യമായിട്ട് നമുക്ക് വാഷിംഗ് മെഷീനൊക്കെ എടുക്കുമ്പോൾ അറിയാലോ, അതിൽ കൂടി നമ്മൾ ടാപ്പൊക്കെ കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരിക്കുക. കേട്ടോ, ഫ്രം ദ മെയിൻ സർവീസ് ഏരിയ. മെയിൻ ഇപ്പോൾ ഇലക്ട്രിസിറ്റി മീൻസ് നമ്മൾ വൈദ്യുതി എടുക്കാനും അതുപോലെ തന്നെ വെള്ളം എടുക്കാനുള്ള മെയിൻ സർവീസിൽ നിന്നും അതിനുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരിക്കണം. The department should be situated close to the elevators and must permit easy movement of linen to different area. പിന്നെ ഈ ലോണ്ടറി സർവീസ് ചെയ്യുന്നതിന്റെ അടുത്തായിട്ട് ക്ലോസ് അടുത്തായിട്ട് തന്നെ ഇലാവേറ്റേഴ്സ് ഉണ്ടായിരിക്കണം. എന്താ ഇലാവേറ്റേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലിഫ്റ്റ് സൗകര്യങ്ങളില്ലേ? ലിഫ്റ്റ് അതാണ് ഇലാവേറ്റേഴ്സ് ഉദ്ദേശിച്ചത്. ലിഫ്റ്റ് സൗകര്യം ഉണ്ടായിരിക്കണം. അതായത് തുണിത്തരങ്ങളൊക്കെ ഇത് അലക്കിയതൊക്കെ കഴിയുമ്പോൾ പെട്ടെന്ന് ഇത് പൊക്കി ചുമന്നോട് പോകാൻ പറ്റില്ലല്ലോ, സ്റ്റെപ്പുകൾ കയറി കൊണ്ടുപോകാനായിട്ട് ബുദ്ധിമുട്ടില്ലേ? സോ ലിഫ്റ്റ് സൗകര്യം ഉണ്ടായിരിക്കുക. തുണിത്തരങ്ങള് ഡിഫറെന്റ് ഏരിയയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരിക്കുക. ഹോസ്പിറ്റൽ ലോണ്ടറി മാനേജേഴ്സ് സ്പെഷ്യാലിറ്റി ഐറ്റംസ് ആൻഡ് ടാസ്ക് വിച്ച് മെയിൻലി ഇൻക്ലൂഡ് disinfection and infection control, normally stained linen as well as infected linen. അല്ലേ? അതുപോലെ തന്നെ എന്താണ് പറയുന്നത്? പല ടാസ്കുകളും ഈ ഹോസ്പിറ്റലിന്റെ ലോണ്ടറി സർവീസ് കൈകാര്യം ചെയ്യുന്നത്. അതായത് ഡിസ്ഇൻഫെക്ഷൻ, അണുവിമുക്തമായിട്ടുള്ളതും പിന്നെന്താണ് ഇൻഫെക്ഷൻസ് ആയിട്ടുള്ളതും അണുവിമുക്തമുള്ളതും അതുപോലെ തന്നെ അണുവിമുക്ത നിയന്ത്രണം, ഇൻഫെക്ഷൻ കൺട്രോൾ. അതായത് ഈ തുണിത്തരങ്ങളൊക്കെ നമ്മൾ കഴുകുമ്പോൾ ഇൻഫെക്ഷൻ ആയിട്ടുള്ള മെറ്റീരിയൽ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ അതൊക്കെ കൃത്യമായിട്ടും സുരക്ഷിതമായിട്ടും വേണം കൈകാര്യം ചെയ്യുവാൻ. There should be separate infections area from the reception area. അല്ലെ? റിസപ്ഷൻ ഏരിയയിൽ നിന്നും സെപ്പറേറ്റ് ചെയ്തിട്ട് ഇരിക്കണമെന്ന്. അതായത് റിസപ്ഷൻ ഏരിയക്ക് അണുവിമുക്തമായിരിക്കണം, വെൽ ക്ലീനിങ് ആയിരിക്കുക. There should be sufficient power, sufficient quantity of steam as well as correct temperature. അല്ലെ? അതുപോലെ തന്നെ ഈ തുണി അലക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള കറക്റ്റ് പവർ മീൻസ് ഇലക്ട്രിസിറ്റി ഉണ്ടായിരിക്കുക. സഫിഷ്യന്റ് ക്വാണ്ടിറ്റി ഓഫ് സ്റ്റീം, ആവശ്യത്തിനുള്ള നീരാവി ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ കറക്റ്റ് ടെമ്പറേച്ചർ, അതായത് നമ്മൾ ഈ ഇൻഫെക്ഷൻ ആയിട്ടുള്ള മെറ്റീരിയൽ അല്ലെങ്കിൽ ബ്ലഡ് ഒക്കെ ആയിട്ടുള്ള തുണിത്തരങ്ങൾ നമ്മൾ ഈ ചൂടുവെള്ളത്തിലേക്ക് ഇടും ഇല്ലേ? ചില മെറ്റീരിയൽ ഇപ്പൊ കുഞ്ഞുങ്ങളുടെ ഒക്കെ ആണെങ്കിൽ ചൂടുവെള്ളത്തിലൊക്കെ ഇട്ട് ഇത്തിരി അഴുക്കൊക്കെ പെട്ടെന്ന് തന്നെ കറയൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ചൂടുവെള്ളമൊക്കെ ഉപയോഗിക്കാറുണ്ട് ഇല്ലേ? ഉപയോഗിക്കാറുണ്ടോ?
പെട്ടെന്ന് തന്നെ കറകളൊക്കെ പെട്ടെന്ന് പോകാനും ഇതുപോലെ ഇൻഫെക്ഷൻസ് ഒക്കെ വരാതിരിക്കാനും നമ്മൾ ചൂടുവെള്ളത്തിലൊക്കെ ഒന്ന് കഴുകുകയൊക്കെ ചെയ്യും അല്ലെ. അപ്പൊ ഇവിടെ പറയുന്നത് തന്നെയാണ്, അതിനാവശ്യമായിട്ടുള്ള ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഉണ്ടായിരിക്കണം. ക്രീമാണ് ലൊക്കേഷനിൽ പറയുന്നത്, മെയിൻ ആയിട്ട് പറയുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കണം, ദെൻ വാട്ടർ സപ്ലൈ ഉണ്ടായിരിക്കണം, പവർ ഉണ്ടായിരിക്കണം. അതായത് നമുക്ക് വൈദ്യുതി വേണമല്ലോ, വാഷിംഗ് മെഷീൻസിലായിരിക്കും എന്തായാലും അലക്കുന്നത്. അപ്പൊ അതിനാവശ്യമായിട്ടുള്ള വൈദ്യുതി കാര്യങ്ങൾ ഉണ്ടായിരിക്കുക, കറക്റ്റ് ടെമ്പറേച്ചർ വേണം, അത്യാവശ്യം സ്റ്റീമും കാര്യങ്ങളും ഉണ്ടായിരിക്കണം. ഓക്കെ, ഇപ്പൊ ലൊക്കേഷൻ ആണ് നമ്മൾ വായിച്ചത്. ഇനി നെക്സ്റ്റ് ഫെസിലിറ്റീസ് ആണ്, അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. ഹോസ്പിറ്റൽ മാനേജേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഹോസ്പിറ്റലിൽ അവർ കൃത്യമായിട്ട് ആ ലിനൻ സർവീസുകൾ മാനേജ് ചെയ്യുന്നത്. അതായത് ഇൻഫെക്ഷൻ ഉണ്ടാകും, അതിൽ ഇൻഫെക്ഷൻ അല്ലാത്ത മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതായത് അണുവിമുക്തവും ഇതുപോലെ തന്നെ നമ്മളിപ്പോ ഡ്രസ്സുകൾ കൊണ്ടുവരുമ്പോ അണുവിമുക്തമൊക്കെ ആക്കൂലേ, അപ്പൊ അതും അവർ കൺട്രോൾ ചെയ്യണം, ഏറ്റവും സേഫ് ആയിട്ട് അവർ കൈകാര്യം ചെയ്യണമെന്ന്. അതുപോലെ തന്നെ റിസപ്ഷൻ ഏരിയയിലോട്ടൊന്നും ഈ അണുവിമുക്തമായിട്ടുള്ള തുണികളൊക്കെ കൊണ്ടുവരാതെ അത് കൃത്യമായിട്ട് ഇപ്പൊ റിസപ്ഷൻ ഏരിയ അണുവിമുക്തമായിരിക്കണം എന്ന്. അതായത് ഈ തുണിത്തരങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കാനോ മറച്ചു വെക്കാനോ ഒന്നും പാടില്ല. അതൊക്കെ അവരെ കൃത്യമായിട്ട് എന്ത് ചെയ്യാം, മാനേജ് ചെയ്യാറുണ്ട്. ആ ഒരു മീനിങ് ആണ് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണോ? നമ്മുടെ ടൈമായി. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ ഒന്ന് ചോദിക്കാം കേട്ടോ. അപ്പൊ പുതിയൊരു ചാപ്റ്റർ ആണ് നമ്മൾ എടുത്തത് ക്ലിയർ ആണോ? എടുത്തത്രയും ഓക്കെ ആണോ? ഓക്കെ, സ്പീഡ് ഓക്കെ ആണോ? ഞാൻ എന്റെ ഒരു നോർമൽ ഇതിൽ തന്നെയാണ് കേട്ടോ പോയത്. സ്പീഡ് കൂടുതലാണെങ്കിൽ പറയാ നിങ്ങള്. ഓക്കെ, സ്പീഡ് ഓക്കെ അല്ലേ? കുഴപ്പമില്ലല്ലോ, ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലേ? ഭയങ്കര സ്പീഡ് സ്ലോ ആയിട്ടുണ്ടെങ്കിലും ബുദ്ധിമുട്ടാണത് അല്ലേ? ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് അടുത്ത സെക്ഷൻ എടുക്കാം. ഓക്കെ, താങ്ക് യു ഓൾ. Thank you, ma'am. Thanks, ma'am.